ഇറാൻ മുന്നോട്ട് വച്ച സമാധാന നിർദ്ദേശങ്ങൾക്കുമേൽ ഉപദേശകരുമായിട്ട് സംസാരിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ നിർദ്ദേശങ്ങൾക്ക് മേൽ പ്രത്യേകിച്ചൊരു അഭിപ്രായവും പറയാതെ നേരെ ചെറിയ ചില ചേഞ്ചുകളുണ്ട്, അത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറാനിലേക്ക് അയച്ചു എന്നാണ് ഇന്ന് മെയ് മാസത്തിൻ്റെ ഒടുവിൽ ഈ 31-ാം തീയതി രാത്രി കിട്ടിയിരിക്കുന്ന വിവരം. നിലവിലുള്ള ഈ ഡ്രാഫ്റ്റ് വെച്ചുകൊണ്ട് ഒപ്പിടാൻ പറ്റില്ല എന്ന കാര്യം ട്രംപ് അറിയിച്ചു. മാത്രമല്ല, കടുത്ത ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ മീഡിയ പറയുന്നതോടൊപ്പം തന്നെ ട്രംപ് മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഇറാൻ ഇനി ആണവായുധവുമായി മുന്നോട്ട് പോകില്ല എന്ന കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തനിക്ക് മനസ്സിലായതായി അവകാശപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും തങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതിന് കാരണമാകുന്നില്ല എന്ന് ഇറാനും പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നെഗോഷിയേഷൻ, ഈ ചർച്ചകൾ, സമാധാന പരിപാലന കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഗലിബാഫ് പറയുന്നത്, ഞങ്ങൾക്ക് ശത്രുവിന്മേൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി പ്രവൃത്തി അല്ലെങ്കിൽ ഫലം, റിസൾട്ട് എന്താണോ അതിൽ മാത്രമാണ് തങ്ങൾ നോക്കുന്നത്, അല്ലാതെ വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്ന ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമാണ് യുദ്ധം സംബന്ധിച്ചുള്ള മെയ് 31 റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇറാൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു കരാറിലും ഒപ്പിടില്ല എന്നാണ് ഗലിബാഫ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കവേ ഹോർമൂസ് കടലിടുക്കിൻ്റെ സമീപത്തുള്ള കിഷം ഐലൻഡ് എന്ന ഇറാൻ്റെ ദ്വീപിൽ ഒരു ശക്തമായ സ്ഫോടന ശബ്ദം ഇന്ന് കേട്ടതായി റിപ്പോർട്ടുണ്ട്. അത് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വന്നൊരു ആക്രമണമാണോ അതോ അവിടെ തന്നെ സംഭവിച്ച എന്തെങ്കിലും സ്ഫോടനമാണോ എന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാനിലെ തന്നെ മെഹർ ന്യൂസ് ഏജൻസി അടക്കമുള്ള ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇന്ന് മെയ് മാസത്തിൻ്റെ അവസാനമായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും ഇറാനിലെ പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും നേരിട്ടുള്ള റിപ്പോർട്ടുകളെ അവലംബിച്ചുകൊണ്ടും ചില ഫോട്ടോ റിപ്പോർട്ടുകളും വീഡിയോ റിപ്പോർട്ടുകളും പുറത്തിറക്കിയിട്ടുണ്ട്. ടെഹ്റാനിൽ, ഇറാൻ്റെ തലസ്ഥാനം, അവിടെ ജനജീവിതം ഇപ്പോൾ ഈ മെയ് മാസം അവസാനം എങ്ങനെയാണ്? ഇന്നത്തെ ചിത്രങ്ങൾ കാണിക്കുന്നത് കഫ്റ്റീരിയകൾ വളരെ സജീവമായിരിക്കുന്നു, റോഡുകളിൽ വാഹനങ്ങൾ ഓടുന്നു, ധാരാളമായിട്ട് ആളുകൾ സഞ്ചരിക്കുന്നു, ഒരു വൈബ്രൻറ്റ് സിറ്റിയായിട്ട് വീണ്ടും മാറുന്നു. ഫെബ്രുവരി 28 മുമ്പ് എങ്ങനെയാണോ തുണിക്കടകൾ, പെർഫ്യൂം ഷോപ്പുകൾ, നട്ട്സ് റോസ്റ്ററി ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ പ്രവർത്തിച്ചിരുന്നത്, അതേ രൂപത്തിലാണ് ഇന്ന് ഈ മെയ് 31 കണ്ട ചിത്രം എന്നാണ് അവർ റിപ്പോർട്ട് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയെ അമേരിക്ക വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതിൻ്റെ സൂചകം എന്ന നിലയ്ക്ക് ഇപ്പോൾ തുർക്കിയിലെ US അംബാസഡർ ടോം ബറാക്കിനെ 2 അധിക ചുമതല കൂടി നൽകിക്കൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. സിറിയയുടെയും ഇറാഖിൻ്റെയും കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന സ്ഥാനം കൂടി ടോം ബറാക്കിന് നൽകിയിരിക്കുകയാണ്. തുർക്കിയുടെ US അംബാസഡറായിരുന്നു കൊണ്ട് ടോം ബറാക്ക് പ്രകടിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അമേരിക്കയ്ക്ക് നല്ല രൂപത്തിൽ ഇഷ്ടമാവുകയും അതുതന്നെയാണ് സ്ട്രാറ്റജി എന്ന രൂപത്തിൽ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം ഇങ്ങനെ ചെയ്തതെന്ന് നിരീക്ഷകർ പറയുകയാണ്. വളരെ സുപ്രധാനമായ 2 UAE വാർത്തകളുണ്ട് എല്ലാവരെയും അറിയിക്കേണ്ടത്. കമ്പനികൾ നടത്തുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നാളെ ജൂൺ 1, നാളെ മുതൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു പുതിയ നിയമം കർശനമായി പ്രാബല്യത്തിൽ വരുന്നു എന്നെല്ലാവരും അറിയണം. ശമ്പള വിതരണം സംബന്ധിച്ചാണ്. UAEയിലെ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ തലേ മാസത്തെ ശമ്പളം കൊടുത്തിരിക്കണം എന്ന വ്യവസ്ഥ ജൂൺ 1 തിങ്കളാഴ്ച മുതൽ, നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ, ആ WPS സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് 2-ാം തീയതി ആയാൽ പോലും ഡിലേ എന്ന കാറ്റഗറിയിൽ കണക്ക് കൂട്ടുകയും അതിനെ തുടർന്നുള്ള പിഴകൾ, അതിന് ഫൈൻ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം, പിന്നീട് തുടർന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ആവർത്തിക്കപ്പെട്ടാൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ട്രാവൽ ബാൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, ഇങ്ങനെ പലതും നേരിടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിനുവേണ്ടിയുള്ള പ്രത്യേക ഉത്തരവ് 2026 പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ അതീവ ഗൗരവം എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും പാലിക്കണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഫെബ്രുവരി 28 മുമ്പ് UAEയിൽ ഇന്ധനവില എന്തായിരുന്നു? അതിപ്പോൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മെയ് അവസാനമാകുമ്പോൾ ജൂൺ മാസത്തേക്ക് വേണ്ടിയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ, വിലനിലവാര പട്ടിക പുറത്തു വരുമ്പോൾ ഏതാണ്ട് 50% വർധനവിലേക്ക് നീങ്ങിയൊരു സാഹചര്യമുണ്ട്.
അത് ആഗോള മാർക്കറ്റിലുണ്ടായതിൻ്റെ വിലവർദ്ധനവിൻ്റെ പ്രതിഫലനമാണ് യു എയിലും പ്രകടമായിരിക്കുന്നത്. ഇന്നിപ്പോൾ പുതിയ റിപ്പോർട്ട് നോക്കുമ്പോൾ സൂപ്പർ 98 3.66 നാളെ ജൂൺ 1 മുതൽ ജൂൺ മാസത്തേക്ക് 3.95 ഏതാണ്ട് 4 ദിർഹം ഒരു ലിറ്ററിന് ആയിരിക്കുകയാണ്. സ്പെഷ്യൽ 95 3.55 3.83 ഉയർന്നിരിക്കുകയാണ്. E+91 3.48 3.76 ഉയർന്നിരിക്കുകയാണ്. അതേസമയം ഡീസലിൻ്റെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ 4.69 എന്നതാണ് വിലയെങ്കിൽ ജൂൺ മാസത്തേക്ക് വേണ്ടി 4.33 കുറഞ്ഞിട്ടുണ്ട് എന്നും അറിയിപ്പ് പറയുന്നു. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർമാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, അരീം ബേക്കേഴ്സ്, ഫിറ ഫുഡ്സ്, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ.